ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പലഹാരത്തെ പറ്റിയാണ്. ഒരു 4 മണി പലഹാരത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനിയാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ എന്തെങ്കിലും പൊടിപടലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഏത്തക്കയാണ്. ഞാനിവിടെ ഒരു 3 പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞ ഏത്തക്കയെ ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കേണ്ടതാണ്. നല്ലതായിട്ടൊന്നും മാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇത്തരത്തിലൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏത്തക്ക ഒന്ന് ചെറുതായിട്ട് മാഷ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 പിഞ്ച് ഉപ്പ്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടി ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1/2 പോർഷൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അത് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള പോർഷനും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ പരുവത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബാറ്റർ ഇനി ടൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് നിങ്ങൾക്കിതൊന്ന് ഈ പരുവത്തിൽ ലൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, എൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം കാഷ്യൂസ് വരും. ഇതിന് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ കാഷ്യൂം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ പോലുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഈ ഒരു ചെറിയ പാത്രം എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രം ഏതും ആയിക്കോട്ടെ, അതിലോട്ട് കുറച്ച് നെയ്യ് തടകി കൊടുക്കാം. ഇതുപോലൊന്ന് ആ പാത്രം ഫുള്ളായിട്ട് ആ നെയ്യൊന്ന് തടകിയെടുക്കുക. എന്നിട്ട് കുറേശ്ശെ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അത് ഫുള്ളായിട്ടൊന്നും ഒഴിക്കില്ല, ഒരു 1/4 പോർഷനോളം ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം ആവിയിൽ വേവിച്ചാൽ തന്നെ ഇത് വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് 20 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അത് വെന്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. കുത്തി നോക്കുമ്പോൾ ആ ടൂത്ത് പിക്കിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അപ്പം റെഡിയായി എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, എൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ ഇത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കത് പാത്രത്തിൽ നിന്നും മാറ്റാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഏത്തക്ക കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.